ഹലോ. പിൻട്രസ്റ്റിനകത്ത് ഇതുപോലെ ഡ്രസ്സിൻ്റെ മോഡൽസൊക്കെ സേവ് ചെയ്ത് വെക്കുന്നവരാണോ നിങ്ങൾ? അപ്പോൾ എൻ്റെ ഫീഡ് ഇങ്ങനെയാണ്, ഫുള്ള് ഡ്രസ്സിൻ്റെ മോഡൽസുകളാണ്. ഓരോ മോഡലും ഓരോ പ്രാവശ്യം തയ്ക്കാമെന്ന് പറഞ്ഞ് ഞാൻ സേവ് ചെയ്ത് വെക്കുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഇത്തവണ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മോഡൽ ഡ്രസ്സാണ്. ഈ ഒരു ഡ്രസ്സ് ആലിയ കട്ടിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ ആണ്. അപ്പം നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ കാണിക്കുന്നുണ്ട്. അതിൽ ആദ്യം ഈ ഒരു പാർട്ടിൽ നമ്മൾ കട്ടിങ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇത്രയും വീഡിയോ ലെങ്ത് ആയിപ്പോൾ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കട്ടിങ് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആദ്യം അതിനായിട്ട് ഒരു വൈറ്റ് പേപ്പറിനകത്തോട്ട് ഇതുപോലെ അതിൻ്റെ ഒരു സ്കെച്ച് റഫായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ മാറ്റം വരുത്തുന്നത് പറഞ്ഞാൽ നെക്കിൽ സ്വല്പം മാറ്റം വരുത്തുന്നുണ്ട്. അതുപോലെ സ്ലീവിൻ്റെ എൻഡിൽ നമ്മളൊരു ലേസിൻ്റെ ഡീറ്റെയിലിങ്ങോടെ ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് ആകെ വരുന്ന വ്യത്യാസമേ. പിന്നെ ഇതുപോലെ എഡ്ജിലൊരു സ്ലിറ്റൊക്കെ വരുന്നുണ്ട്. നമ്മളത് ഇങ്ങനെ റഫായിട്ടൊന്ന് വരച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എടുത്തുകൊണ്ട് വരാവേ. അപ്പം ഞാൻ സ്റ്റെയർ റൂമിനകത്താണ് നമ്മുടെ ആ ഒരു മെഷീനും അതുപോലെ തന്നെ നമ്മുടെ ഷെൽഫും ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ തന്നെ ഒരു മെറ്റീരിയലാണ് ഞാൻ ഈ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിലാണ് എൻ്റെ ഇന്നത്തെ പരീക്ഷണം ഞാൻ നടത്താൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നമ്മുടെ അളവുകളൊക്കെ എഴുതുന്ന ഡയറി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കത്രിക കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടേപ്പും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ടേബിളിൻ്റെ പുറത്തിട്ടിട്ടാണ് ഇന്ന് ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ അതിനായിട്ടൊരു 5 മീറ്ററാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ തന്നിരിക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ ഒരു മെറ്റീരിയൽ മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ തന്ന രീതിയിൽ തന്നെ നമ്മൾ 5 മീറ്റർ ആ ഒരു മടക്ക് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ആ ഒരു മടക്ക് നോക്കുവാണ് എത്ര മടക്കായി എന്നുള്ളത്. എന്നിട്ട് ഞാൻ 5 മടക്കായപ്പോൾ ഇതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആ ഒരു ഭാഗം വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാവേ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് കാണുമ്പം ഏകദേശം മനസ്സിലാവുമല്ലോ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഇനി നമുക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ക്ലോത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അവിടെ നമ്മൾ നിവർത്തിയിട്ട ബാക്കി മെറ്റീരിയൽ നമുക്ക് മടക്കി മാറ്റി വയ്ക്കാവേ. പിന്നെ എൻ്റെ മൈക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ചെറിയ വോയിസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണും. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത് വീണ്ടും ആദ്യം ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എൻ്റെ ഫോണിൻ്റെയോ മൈക്കിൻ്റെയോ എന്തോ പ്രശ്നമാണ്. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ അതുമായിട്ടൊന്ന് സഹകരിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്കിനി നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഇനി ആ യോക്ക് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കണേ. അതിനുവേണ്ടി നമ്മൾ മടക്കി വെച്ച മെറ്റീരിയൽ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ സാധാരണ നമ്മുടെ ചുരിദാറിനൊക്കെ കട്ട് ചെയ്യുമ്പം 4 മടക്കായിട്ട് ഇടുമല്ലോ. തുണി 2ആയിട്ട് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കിയിടും. ആ ഒരു രീതിയിലാണ് ഞാനിവിടെ മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും പീസും നമുക്ക് ഒന്നിച്ചാണ് കട്ട് ചെയ്തെടുക്കാൻ പോണത്. ഇനി നമ്മൾ ഡയറി തുറന്ന് വെച്ച അളവൊക്കെ നോക്കി ഇനി നമുക്ക് ആ അളവുകളൊക്കെ ഈ തുണിയിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് 7 ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ ഒരു 7.5 ഇഞ്ച് ഞാനിവിടെ അടയാളം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനൊരു ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ തയ്യൽ തുമ്പിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് 1/2 ഇഞ്ച് നമ്മളിവിടെ ആഡാക്കി 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. പിന്നെ താഴേക്കൊക്കെ നമ്മൾ നോർമലി തന്നെ എടുക്കുന്ന ആ ഒരു അളവിൽ 7 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൈക്കുഴിയൊക്കെ നമ്മൾ വരച്ചിട്ട് അതൊക്കെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാത്തത് നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഇതൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്താണ് നമ്മൾ അടയാളം ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 10 ഇഞ്ചാണ് ഞാൻ ഈ ഒരു സെൻറ്റർ പോർഷൻ അടയാളം ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളൊരു 13 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സെൻറ്റർ പോർഷനാണ് കുറച്ച് ഇതിൻ്റെ കയറി നിൽക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് 10 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. അതേപോലെ സെൻറ്ററിൽ നിന്ന് നമ്മൾ അകത്തേക്ക് ഒരു 5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു തയ്യൽ തുമ്പൂടെ കണക്കാക്കിയാണ് ഞാനിവിടെ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തത്. നോർമലിലാണെങ്കിൽ നമ്മളൊരു 4 ഇഞ്ച്
5 ഇഞ്ച് എടുത്ത് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ 5-ൽ നിന്നാണ് നമ്മൾ വളച്ച് ഇതുപോലെ ഒന്ന് 13-ലേക്ക് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിരുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഏകദേശം മുകളിലുള്ള ആ ഒരു പോർഷൻ്റെ യോക്ക് പോർഷൻ്റെ ആ ഒരു മോഡലിൽ ഈ ഒരു നമ്മൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 പീസും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക് ബാക്ക് വശത്തെ പീസ് മാത്രമായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് ഇതിൻ്റെ ആ ഒരു വളവ് വരുന്ന വശം നമ്മൾ ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്തില്ല, ആ ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമ്മൾ അതിൻ്റെ ആ ഒരു സൈഡിലേക്ക് വരുന്ന വശം നമ്മൾ ഒന്ന് ചരിച്ചും കൂടി കട്ട് ചെയ്തെടുക്കണേ. ആ ഷേപ്പ് കറക്റ്റ് ആവാനാണ്. പിന്നെ ഇതാ ഇതുപോലെ നമ്മുടെ കൈക്കുഴിയും നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. ബാക്കിൽ നമ്മൾ സിബും ഒന്നും വെക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഇതുപോലെ നെക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് സ്ലീവ് കൂടി കട്ട് ചെയ്തെടുക്കാവേ. ഇതുപോലെയാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഈ സ്ലീവൊക്കെ കട്ട് ചെയ്യുന്ന ഡീറ്റെയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഡീറ്റെയിൽ കാണിക്കാത്തത്. അപ്പോൾ ഞാൻ മാർക്കിങ്ങുകളൊക്കെ ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുവാണ്. ചൂട് ഒരു രക്ഷയില്ല. പക്ഷേ ഇത് ഫാൻ ഇടുമ്പോൾ നമ്മുടെ ഈ തുണി എല്ലാം പറന്ന് 4 വശം പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ശേഷം പിന്നെ ഫാൻ ഇടാതെയാണ് കട്ട് ചെയ്തത്. അന്നേരത്തേക്ക് വിയർത്ത് കുളിക്കുകയാണ് നമ്മൾ ചുമ്മാ നിന്നാലും. ഇനി നമുക്ക് ഇതിന് ശേഷം നമ്മുടെ ആ ഒരു താഴേക്കുള്ള പോർഷനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുവേണ്ടി ഇതുപോലെ ഞാൻ തുണി 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇപ്പം 44 ഇഞ്ച് വിട്ട് വരുന്ന പീസാണ് ഇത്. ഇതിൽ നമ്മളിപ്പോൾ 2 പീസാണ് ഒന്നിച്ച് ഇട്ടിരിക്കുന്നത്. 44 ഇഞ്ച് വിട്ട് വരുന്ന 40 ഇഞ്ച് ഇറക്കത്തിൽ 2 പീസാണ് ഒപ്പം ഇട്ടിരിക്കുന്നത്. ഇനി ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഫ്രണ്ടിലത്തെ ആ യോക്ക് പോർഷൻ്റെ ഇരുവശത്തായിട്ട് പിടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഞൊറിവ് നമുക്കവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വീതിയിൽ നമ്മൾ ഒരു മെറ്റീരിയൽ നമ്മൾ എടുക്കുന്നത്. ഒരു സൈഡിലത്തേക്ക് 44 ഇഞ്ച് വീതിയാണ് വരുന്നത്. അങ്ങനെ ഇരുവശത്തുമായിട്ട് നമുക്ക് ആ ഇൻവിസിബിൾ സിബിൻ്റെ ഇരുവശത്തുമായിട്ട് നമുക്ക് പിടിപ്പിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു മെറ്റീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു രീതിയിൽ പോലെയാണ് ഇതും ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഷേപ്പിന് ഇച്ചിരി വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുമായിട്ട് നോക്കുമ്പോൾ. ഇനി അടുത്ത് നമുക്ക് ബാക്കിലത്തെ പീസിൻ്റെ ഇതാണ്, താഴേക്കുള്ള ഭാഗമാണ് വെട്ടിയെടുക്കേണ്ടത്. അതിനും നമ്മൾ ഇതുപോലെ തന്നെ 44 ഇഞ്ച് വിടത്തിൽ വരുന്ന 40 ഇഞ്ച് ഇറക്കത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 40 ഇഞ്ച് ഇറക്കമെന്ന് ഉദ്ദേശിക്കുന്നത് മുകളിലത്തേക്ക് നമ്മൾ 10 ഇഞ്ചിൽ നേരത്തെ തന്നെ യോക്ക് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 10ഉം കൂടി ഇതുമായിട്ട് ആഡാകുമ്പോൾ നമുക്കൊരു 50 ഇഞ്ച് ഏകദേശം നമുക്ക് ഇറക്കം കിട്ടുക. 50 ഇഞ്ചിൽ പിന്നെ തുമ്പൊക്കെ പോയിട്ട് വരുമ്പോൾ 48 ഇഞ്ചൊക്കെ നമുക്ക് ഇറക്കം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു ലെങ്തിലെടുക്കുന്നത്. ഇത് നമ്മൾ ബാക്കിലത്തേക്കാണ്. അപ്പോൾ ബാക്കിൽ നമ്മൾ അധികം നമ്മൾ ഞൊറിവിടുന്നില്ല. ഈ തുണിയിൽ വരുന്ന അത്രയും ഞൊറിവ് മാത്രമേ ബാക്കിലത്തേക്ക് ഇടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഈ വീതിയിൽ തന്നെ അങ്ങ് എടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ ബാക്കിൽ ഞൊറിവിടുന്നത്. അപ്പോൾ ആ ഒരു ഉള്ള പ്ലേറ്റ് മാത്രമേ അവിടെ കൊടുക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ അധികം ഞൊറിവൊന്നും അവിടെ കൊടുക്കുന്നില്ല. ആ പീസ് നമ്മൾ അതുപോലെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ.